എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗുരുദേവ കൃതികളുടെ അനുസ്യൂത വായന അങ്ങനൊരു പുതിയൊരു ആശയം മുരളീധരൻ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇവിടെയുള്ള കൃതികൾ തന്നെ വായിക്കാം എന്നൊരു നിർദ്ദേശം മുരളീധരൻ മുന്നോട്ട് വെച്ചു. അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു നിർദ്ദേശം കൂടി മുരളീധരൻ മുന്നോട്ട് വെച്ചു. സ്വന്തമായിട്ട് എന്തെങ്കിലും കഥകൾ എഴുതി വായിക്കാം. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞത് ശരി, അങ്ങനെ ആവാം. പിന്നെ ഞാൻ ചിന്തിച്ചു, ഗുരുവിനെ കുറിച്ചിട്ടൊരു കഥ എഴുതാന്ന് പറഞ്ഞാൽ ഗുരു 100 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരാളെ കുറിച്ച് എന്റെ കഥേനെ എഴുതാൻ പറ്റാം. അപ്പൊ അതിന് ഒരു അധിക പ്രസംഗമാവും. അപ്പൊ ഗുരുവിനെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കഥ എഴുതാമെന്നൊരു ആശയത്തിലേക്ക് വന്നു. അപ്പൊ ഇന്നലെ രാത്രി വരെ യാതൊരു ആശയങ്ങളും വന്നില്ല. ഗുരുവിനെ ഉൾപ്പെടുത്തിയിട്ട് എഴുതണമല്ലോ. ഗുരുവിന്റെ കാലത്ത് പോയിട്ടൊരു കഥ എഴുതിയാലും കാര്യമില്ല, ആ കാലഘട്ടം കഴിഞ്ഞു വരും. അപ്പൊ ഇന്നലെ ഒരു സ്പാർക്ക് എനിക്ക് കിട്ടി. ഇന്ന് രാവിലെ അതിന് കുറച്ചുകൂടി ഒരു ആശയങ്ങൾ കിട്ടി. അങ്ങനെ 9 മണിക്കാണ് കഥ എഴുതി തുടങ്ങിയത്. ഒരു 11:30 വരെ ഇരുന്ന് പല തവണയായിട്ട് കഥ എഴുതിയെടുത്തു. കഥ തിരിച്ചെഴുതാനൊന്നും സമയം കിട്ടിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 9 മണി മുതൽ 10 മണി വരെയാണ് എനിക്ക് സമയം തന്നത്. പക്ഷെ ആ സമയത്ത് ഞാനവിടെ കഥ എഴുതാനുള്ളതാണ് സത്യം. അപ്പൊ എന്തായാലും ആ കഥ ഞാൻ ആദ്യം വായിക്കാം. നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ കഥയുടെ പേര് സ്വർണ്ണ നാണയം എന്നാണ്. നാട്ടിലെ പ്രമാണി എന്ന പേരിന് ഈയിടെയായി ഇളക്കം തട്ടിയിരിക്കുന്നു. തന്റെ വ്യാപാരം താഴേക്ക് പോയതാണോ അതോ പുതു പണക്കാർ പൊങ്ങി വന്നതാണോ പ്രശ്നമെന്ന് സോമനാഥൻ ചുഴിഞ്ഞ് വിശകലനം ചെയ്തു. പുതുപണക്കാർ മുഹമ്മദ് അലിയും അൻവറുമാണ്. ഇരുവരും മുസ്ലിം മതസ്ഥരാണ്. പക്ഷേ തന്റെ വിലയിടിഞ്ഞതായി